കൂടപ്പിറപ്പുകൾ. രചന മുഹമ്മദ് ഫൈസൽ ആനമങ്ങാട്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ഉമ്മച്ചിയെ ഒരു കുഞ്ഞനീത്തിനെ വേണം. സ്കൂൾ വിട്ടു വരുന്ന വരവിൽ ഇതും പറഞ്ഞുകൊണ്ടാണ് ആഖിൽ ബസ്സിൽ നിന്ന് ഇറങ്ങിയത്. ഗേറ്റിന് പുറകിൽ അവനെ കാത്തുനിന്ന് അവൻ്റെ ഉമ്മ ഷാഹിർ എന്ന് ഞെട്ടി. ഇന്ന് ഇവനിത് മറന്നിട്ടില്ലേ? അവൾ ഓർത്തു. ചിരിച്ചുകൊണ്ട് അവനെ നോക്കി. ചെറിയ പുഴുപ്പല്ലുകൾ വെളിയിൽ കാണേ അവൻ ചിരിച്ചു. അവൻ്റെ ബാഗ് വാങ്ങി തോളിലിട്ട് ആഖിലിൻ്റെ കുഞ്ഞിക്കൈയിൽ പിടിച്ച് മുറ്റത്തൂടെ വീട്ടിലേക്ക് നടന്നു. എന്താ അല്ലൂട്ടി ഈ ഇങ്ങനെ പറയണത്? കുറച്ച് ദിവസമായല്ലോ, എവിടുന്ന് കിട്ടിയാണെങ്കിതൊക്കെ? ഷാഹിർ അല്പം കുനിഞ്ഞെന്ന് കുസൃതി നിറഞ്ഞ ചിരിയോടെ ചോദിച്ചു. ആഖിലിന് എന്തോ വിഷമം മനസ്സിൽ വന്ന പോലെ മുഖം കനപ്പിച്ച് ചുണ്ടുകൂർപ്പിച്ചുകൊണ്ട് ഉമ്മച്ചിയെ നോക്കി. ക്ലാസ്സിൽ ഇർഫാൻ പറഞ്ഞു ഓൻക്ക് അനിയത്തിണ്ടെന്ന്. ഓൻ്റെ പുറത്തേരോളം ആന കളിക്കും, പാപ്പ കളിക്കും, ഒളിച്ചു കളി കളിക്കൊക്കെ ചെയ്യൂത്രേ. ആർദ്രക്കും സന്ദീപിനും ഇർഫാനും ഒക്കെ അനിയത്തിയുണ്ട്. ഇക്ക് മാത്രമില്ല, ഇക്കും വേണൊരു അനിയത്തി. ഇക്കും കളിപ്പിക്കണ ഓളെ. ആഖിൽ പറഞ്ഞു. സങ്കടം കൊണ്ട് അവൻ്റെ മുഖം മാറുന്നു. കണ്ണുകൾ നിറയാൻ വെമ്പുന്നു. ഷാഹിറെ കണ്ടു. അവൾ അവനെ വാരിയെടുത്ത് എളിയിൽ വെച്ച്. അല്ലൂട്ടിയെ, വാപ്പ കടടച്ചിട്ട് വരട്ടെ. നാളെ എന്തായാലും വാപ്പച്ചിനോട് കൊണ്ടുവരാൻ പറയാം. എൻ്റെ കുട്ടിക്ക് നല്ലൊരു അനിയത്തി കുട്ടീനെ. അവനെയും എടുത്ത് അകത്തേക്ക് നടക്കുന്നതിനിടെ അവൻ്റെ ഉമ്മ പറഞ്ഞു. അവൻ ഉമ്മച്ചിയെ നോക്കി. എന്തൊക്കെയോ ചോദ്യങ്ങൾ ആ ഇളം മനസ്സിൽ നിറഞ്ഞു. അവനെ കുളിമുറിയിൽ കയറ്റി ഷാഹിർ അവൻ്റെ ദേഹത്ത് വെള്ളം കോരി ഒഴിച്ചു. സോപ്പ് തേച്ച് പതപ്പിച്ചു. എന്താ അല്ലു എൻ്റെ മേത്ത് ഇത്ര ചളി? ഗ്രൗണ്ടിൽ കിടന്നുകൊണ്ട് ആക്കിയതാവില്ലേ കുട്ടികളുടെ കൂടെ കളിച്ചിട്ട്? ഷാഹിറ ചോദിച്ചു. ഇമ്മച്ചിയുടെ പള്ളൻ്റെ ഉള്ളിലല്ലേ കുട്ടി ഉണ്ടാവുക, എന്നിട്ട് എന്താ പള്ള വീർക്കാത്തേ? അവൻ്റെ ഉമ്മ ചോദിച്ചതിനല്ല അവൻ മറുപടി പറഞ്ഞു. ഇവനിത് മറന്നില്ലേ? ഷാഹിർ അമ്പരന്നു. കുറച്ചേരം ചിന്തയിൽ മുഴുകി. ചെറുക്കൻ്റെ മനസ്സിൽ നല്ലോണം പതിഞ്ഞിട്ടുണ്ട് റബ്ബേ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അവനെ കുളിപ്പിച്ച് തോർത്തി പുതിയ ട്രൗസറും പനിയനും ഇടിവിച്ച് അവനെ താങ്ങി പിടിച്ച് തീൻമേശയിൽ കൊണ്ടുപോയി ഇരുത്തി. ഷാഹിറ TV ഓൺ ചെയ്തു. കാർട്ടൂൺ ചാനൽ ഇട്ടു. ആഖിൽ TV മുഴുകി. ഷാഹിറ പുഴുങ്ങിയ കോഴിമുട്ടത്തോട് പൊട്ടിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി. ഓരോ കഷ്ണങ്ങൾ അവൻ്റെ വായിലേക്ക് വെച്ച് കൊടുത്തു. ഇടയ്ക്കിടെ അവനെ ഒളികണ്ടിട്ട് നോക്കി. ഇനി എന്തെങ്കിലും പറയുന്നുണ്ടോ അതിനെക്കുറിച്ചെന്ന്. ആഖിൽ TV കണ്ണും തുറപ്പിച്ച് നോക്കിയിരിക്കുന്നു. ഇടയ്ക്ക് പൊട്ടിച്ചിരിക്കുന്നു. ഹാവു, സമാധാനം. ചെറുക്കൻ മറന്നു തോന്നുന്നു. ഷാഹിർ ഉള്ളിൽ പറഞ്ഞ് ആശ്വസിച്ചു. TV കണ്ട് മടുത്തു ആഖിലിന്. അവൻ മേശയിൽ നിന്ന് ചാടിയിറങ്ങി. തൻ്റെ കളിക്കട്ടകൾ ഇട്ടുവെച്ച ബാഗ് സിബ് തുറന്ന് നിലത്ത് വിതറി. അതുകൊണ്ട് ബസ്സിൻ്റെയും കാറിൻ്റെയും വീടിൻ്റെ എല്ലാ രൂപങ്ങളുണ്ടാക്കി അവൻ കളിച്ചു. ഉമ്മ ഷാഹിർ ഇടയ്ക്കിടെ വന്ന് അവൻ എത്തി നോക്കിപ്പോയി. ടീച്ചർ കൊടുത്ത ഹോംവർക്ക് അവനെ കൊണ്ട് അവൻ്റെ ഉമ്മച്ചി അടുത്തിരുന്ന് ചെയ്യിപ്പിച്ചു. ചോറ് കഴിച്ച് ഡൈനിങ് ഹാളിലെ സോഫ സെറ്റിൽ അവരിരുന്നു. ആഖിലിൻ്റെ വാപ്പച്ചി ഫൈസലിനെയും കാത്തു. എന്താ വാപ്പച്ചി വരാത്ത ഉമ്മച്ചിയെ? ആഖിൽ കോട്ടുമായിട്ടുണ്ട് ചോദിച്ചു. അനക്ക് പോയി ഉറങ്ങിക്കൂടെ? എന്താ എന്നും പണ്ടില്ലാതൊരു വാപ്പച്ചിയെ കാത്തിരിക്കണ്? ഷാഹിറ സ്വരൽപ്പം കനപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അവനൊന്നും പറഞ്ഞില്ല. ഉമ്മച്ചിയുടെ മടിയിലേക്ക് തലയാഴ്ച കിടന്നു. അവൾ അവൻ്റെ തലയിലെ നീണ്ട മുടികൾ തലോടിക്കൊണ്ട് ഗേറ്റിന് നേരെ ജനാലക്കുള്ളിലൂടെ കണ്ണു നട്ടു. ഫൈസലിൻ്റെ ബൈക്കിൻ്റെ വെളിച്ചം കാണാൻ. അല്പം കഴിഞ്ഞപ്പോൾ ഉറക്കം ആഖിലിൻ്റെ കൺപോളകളെ തഴുകിയടച്ചു. ഉറക്കത്തിലേക്ക് വഴുതി വീഴവേ ഫൈസലിൻ്റെ ബൈക്കിൻ്റെ എരുമ്പം കേട്ട് ആഖിൽ ഉണർന്ന് ചാടി എണീറ്റു. വാപ്പച്ചി വന്നല്ലോ, അവൻ ഉറക്കെ പറഞ്ഞ് കണ്ണു തിരുമ്മി സിറ്റൗട്ടിലേക്ക് ഓടിയിറങ്ങി. പുറകെ ചിരിച്ചുകൊണ്ട് ഷാഹിറയും ഇറങ്ങി. ഫൈസൽ ബൈക്ക് നിർത്തി സിറ്റൗട്ടിലേക്ക് കാലെടുത്ത് വെച്ചതും ആഖിൽ വന്ന് അവൻ്റെ ഇടുപ്പിൽ കെട്ടിപ്പിടിച്ചു. പാതി ഉറക്കം തൂങ്ങിയ മിഴികളോടെ അവൻ ഫൈസലിനെ നോക്കി ചിരിച്ചു. അവൻ ആഖിലിനെ വാരിയെടുത്ത് കവിളിൽ ഉമ്മ വെച്ചു. വാപ്പച്ചിയെ ഒരു കുഞ്ഞനീത്തിനെ വേണം. ആഖിൽ പെട്ടെന്ന് യാതൊരു ഭാവമാറ്റമില്ല പറഞ്ഞു. എന്തായാലും ഈ പറയണേ? ഇത് കേട്ട ഫൈസലും ഞെട്ടി. അവനൊന്നും മനസ്സിലാവാത്ത മുഖഭാവത്തോടെ ഉമ്മറപ്പള്ളിയിൽ ചാരി നിൽക്കായിരുന്ന ഭാര്യയെ നോക്കി. ഷാഹിറ താഴേക്ക് നോക്കി ചിരിക്കുകയാണ്. എൻ്റെ ക്ലാസ്സിലെ കുറേ കുട്ടികൾക്ക് കുഞ്ഞനേറ്റമാരുണ്ട്. അവർ കളിക്കും ചിരിക്കൊക്കെ ചെയ്യൂത്രേ. ഇക്ക് മാത്രമില്ല, ഇച്ച് കളിപ്പിക്കാൻ ആരുമില്ല. ആകിൽ തേങ്ങി കരയാൻ തുടങ്ങി. ഫൈസലും ഷാഹിറയും പരസ്പരം നോക്കി. ഷാഹിറയുടെ കണ്ണുകൾ ഈറനണിയാൻ തുടങ്ങി. അവൾ പതുക്കെ നടന്നു വന്ന് ആഖിലിനെ വാങ്ങി തോളത്തിട്ട് കൊട്ടി. അല്ലു, കരയണ്ടടാ, അവൾ ആശ്വസിപ്പിച്ചു. തേങ്ങലിനിടയിൽ അവൻ ഉറങ്ങി. ഫൈസൽ ഒരു നെടുവീർപ്പോടെ സോഫ സെറ്റിൽ ഇരുന്നു. ആഖിലിനെ കൊണ്ടുപോയി കിടത്തി ഷാഹിറെ അവൻ്റെ അടുത്ത് വന്നിരുന്നു. ഇരുവരൊന്നും മിണ്ടിയില്ല. 6 വർഷം മുമ്പത്തെ ഓർമ്മകളിലേക്ക് മനസ്സ് ചീറിപ്പാഞ്ഞു. ഗർഭപാത്രത്തിൻ്റെ പേശികൾ കനം കുറയുന്ന അസുഖത്തിന് ഷാഹിറാക്ക് ഇനിയൊരു ഗർഭധാരണം പറ്റില്ലെന്ന് ഡോക്ടർ വിധി എഴുതി. ആഖിലിൻ്റെ പ്രസവം കഴിഞ്ഞപ്പോൾ ഗർഭം നിർത്താനുള്ള ട്യൂബക്ടമി പോലും നടത്താൻ കഴിയാത്ത വിധം ഷാഹിർ അശക്തയായിരുന്നു. അതുകൊണ്ട് വാസക്ടമി ചെയ്യാൻ ഫൈസൽ തയ്യാറാവുകയായിരുന്നു. ഇക്ക, നമ്മുടെ അല്ലുവിൻ്റെ മനസ്സിൽ നല്ല വിഷമമുണ്ട്. അവൻ കുറേ ദിവസമായിട്ട് പറയണം, ഞങ്ങളോട് പറയട്ടാ. എൻ്റെ കുട്ടി വല്ലാതെ ഒറ്റപ്പെടുന്നു. എനിക്കിപ്പോൾ ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഡോക്ടറെ ഒന്ന് കണ്ടു നോക്കിയാലോ? നിങ്ങൾക്ക് സമ്മതമല്ലേ? ഷാഹിറ കണ്ടമിടറിക്കൊണ്ട് പറഞ്ഞു.
ഇക്കെന്താ സമ്മതക്കുറവ്? മുറിച്ച് കിട്ടി വെച്ച ബീജവാഹിനിക്കുഴൽ കൂട്ടി യോജിപ്പിക്കുന്നൊരു പരിപാടിയുണ്ട്. അതിനെക്കുറിച്ചൊന്ന് അന്വേഷിച്ച് നോക്കാം നാളെ തന്നെ, ഫൈസൽ പറഞ്ഞു. ഷാഹിറ അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു. ഫൈസൽ, അങ്ങനെ ഒരു സംഗതി ഉണ്ടെന്ന് നീ തന്നെയാണ്. പക്ഷെ കുഞ്ഞുണ്ടാവും എന്ന് 100% ഉറപ്പുവരാൻ എനിക്കാവില്ല. ചെയ്തു നോക്കണോ? ഡോക്ടർ, നമുക്ക് ചെയ്തു നോക്കാം. ബാക്കിയൊക്കെ പടച്ചോൻ തീരുമാനിക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളെ മോൻ്റെ ഒറ്റപ്പെടൽ, അവൻ്റെ ആഗ്രഹം അത് കണ്ടിട്ട് സഹിക്കാൻ പറ്റായിട്ടാ, ഫൈസൽ പറഞ്ഞു. അവൻ അടുത്തിരുന്ന ഷാഹിറയെ നോക്കി. ഇവളെ ഗൈനക്കോളജിസ്റ്റിനെയും കാണിച്ചു. അവരും പറഞ്ഞു ഇങ്ങനെയാണ്, ബുദ്ധിമുട്ടാണെന്ന്. എങ്കിലും ഒരു ഭാഗ്യപരീക്ഷണം സഹിക്കാൻ ഞങ്ങൾ ഒരുക്കണം ഡോക്ടർ, ഫൈസൽ പറഞ്ഞു. ശരി, എന്നാൽ ഇപ്പോൾ തന്നെ ചെയ്താലോ? ചെറിയൊരു സർജറിയാണ്, 2 മണിക്കൂർ കൊണ്ട് വീട്ടിൽ പോവാം, ഡോക്ടർ പറഞ്ഞു. ഞാൻ തയ്യാറായിട്ട് തന്നെ വന്നിരിക്കുന്ന ഡോക്ടർ, ഫൈസൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സർജറി കഴിഞ്ഞ് ബീജവാഹിനിക്കുഴൽ കൂട്ടി യോജിപ്പിച്ചു. ഇരുവരും വീട്ടിൽ പോയി. ആക്കിയിൽ എന്നും അനിയത്തിക്ക് വേണ്ടി കരയും. ഓരോരോ കള്ളങ്ങളും കാരണങ്ങളും പറഞ്ഞു തൽക്കാലം അവൻ അടക്കി നിർത്തും. ദിവസങ്ങൾ കടന്നുപോയി. ഷാഹിറ ഗർഭിണിയായി. അൽഹംദുലില്ലാ, ഫൈസലും ഷാഹിറയും പടച്ചവനെ സ്തുതിച്ചു. അല്ലൂട്ടിയെ, അണക്കൊരു കുട്ടിയെ റബ്ബിന്റെ പള്ളിയിലിട്ട് തന്നിക്കണു. ഇനി അത് വലുതായി വരും. അപ്പൊ ഉമ്മച്ചീൻ്റെ പള്ളിയും വീർത്ത് വരും. കുറച്ച് കഴിവന്റെ പൊന്നിനെ കാണാൻ കുഞ്ഞിവാവ പുറത്തേക്ക് വരും, ഷാഹിറ പറഞ്ഞു. പെണ്ണുംകുട്ടി തന്നെ വേണോട്ടോ ഉമ്മച്ചിയെ, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ കൈകൊട്ടി തുള്ളിച്ചാടി. ഷാഹിറ ഞെട്ടി. ഇനി ആൺകുട്ടിയെങ്ങാനാണെങ്കിൽ അല്ല അവനെ സ്നേഹിക്കില്ലേ, കൊഞ്ചിക്കില്ലേ, അവനെ തല്ലു? പഠിച്ച റബ്ബേ, ഓനെങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? എനിക്ക് നല്ലൊരു പെൺകുട്ടിയെ തന്നെ തരണേ നാഥ, ഷാഹിറ ഉള്ളിലേക്ക് പ്രാർത്ഥിച്ചു. ആകിൽ സ്കൂളിൽ പോയി കൂട്ടുകാരോട് വീമ്പിളക്കി. ഇക്കും കിട്ടിയാലോ കുഞ്ഞനിത്തിനെ? ഗർഭം ബുദ്ധിമുട്ടായതുകൊണ്ട് ഡോക്ടർ സമ്പൂർണ്ണ വിശ്രമം നിർദ്ദേശിച്ചു. എന്തെങ്കിലും ഇളക്കം തട്ടിയാൽ മതി, അലസിപ്പോവാൻ. കാര്യമായിട്ടുള്ളൊരു പണിയും ചെയ്യാൻ പാടില്ല, കേട്ടല്ലോ, ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ ചിരിച്ചുകൊണ്ടിരുന്ന ഫൈസലിന്റെ മുഖത്തേക്ക് നോക്കി. നിങ്ങളോട് കൂടി പറഞ്ഞ് ഒരു പണിയും ചെയ്യാൻ പാടില്ലാന്ന് ഡോക്ടർ ഉറക്കെ പറഞ്ഞു. ഫൈസൽ നാണിച്ച് തലയാഴ്ത്തി ചിരിച്ചു. അവൾ സമ്പൂർണ്ണ വിശ്രമത്തിലായി. തറവാട് വീട്ടിൽ താമസിക്കുന്ന ഫൈസലിന്റെ ഉമ്മ സഹായത്തിനായി വന്നു. ദിവസങ്ങൾ കടന്നുപോവെ ഷാഹിറയുടെ ഉള്ളിലെ ജീവന്റെ തുടിപ്പ് ചിറകിട്ടടിച്ചു. ചേതനയുടെ അനക്കം അവൾ അറിഞ്ഞു തുടങ്ങി. ഇടയ്ക്കിടെ കൊടിയ വേദന അടിവയറിലൂടെ മിന്നിക്കയറി. കാലുകളിലെ പേശികൾ പലപ്പോഴും ഉരുണ്ടു കയറി. അവളുടെ കനം കുറഞ്ഞ ഗർഭാശയ ഭിത്തികൾ പലപ്പോഴും സങ്കോചിച്ചു. നടുവേദന പലപ്പോഴും അവൾ എത്തി നോക്കി. ഗർഭപാത്രം ഇടയ്ക്കിടെ തുറന്നുകൊണ്ടേയിരുന്നു. അപ്പോഴെല്ലാം ആശുപത്രിയിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു. പക്ഷേ ആഖിലിൻ്റെ ഉള്ളിൽ ആഹ്ലാദം മലതല്ലി. മച്ചിയെ, മച്ചിന്റെ പള്ളൊന്ന് കാണിച്ചു എനിക്ക്, ഒരിക്കലും ആഖിൽ കൗതുക അടക്കി വെക്കാൻ അവ ചോദിച്ചു. എടാ കള്ള, വാ കാണിച്ചു തരാം, ഷാഹിറ പറഞ്ഞു. അവളുടെ വീർത്ത വയർ കണ്ട് അവൻ അത്ഭുതം കൂറി. ഐ, ഇതെന്താ ഉമ്മച്ചിയെ, ബലൂണിന്റെ പോലെ ഉണ്ടല്ലോ നിങ്ങളെ പള്ള, അവൻ ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഷാഹിറയും ചിരിച്ചു. പോടാ കള്ള, കളിയാക്കാതെ. അവൻ ആ നിറഞ്ഞ വയറിൽ തലോടി. അവന്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞ കുഞ്ഞനിയെത്തിക്ക് അവൻ വയറിന് മീതെ ഉമ്മകൾ കൊണ്ട് മൂടി. അല്ലു, ആണുംകുട്ടിയാണെങ്കിൽ എൻ്റെ കുട്ടിക്ക് ഇഷ്ടാവൂലേ, ഒരിക്കൽ ഫൈസൽ ചോദിച്ചു. അത് പറ്റൂല, എല്ലാവർക്കും അനിയത്തിയാ, ഇക്കും അത് വേണം. എടാ, എൻ്റെ ക്ലാസ്സിൽ കുറെ കുട്ടികളില്ലേ, ഓരോടൊക്കെ ചോദിച്ചു നോക്ക്, ഓർക്കൊക്കെ കുഞ്ഞനിമാരാവും. അയ്യേ, എൻ്റെ വാപ്പിച്ചി പറയുന്നേ, ഇർഫാനും ആർദക്കും സന്ദീപിനൊക്കെ കുഞ്ഞനിയറ്റന്മാരാ, ഓരെൻ്റെ കൂട്ടുകാര്, അപ്പൊ ഇക്കും അത് മതി. ഷാഹിറയും ഫൈസലും വല്ലാത്ത ധർമ്മസങ്കടത്തിലായി. അവർ പെൺകുട്ടിയാവാൻ ഉള്ളുരുകി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഈ വിഷമിക്കണ്ടടി, നമുക്ക് അവനെ പറഞ്ഞു മനസ്സിലാക്കാം. ഇപ്പൊ മനസ്സ് വിഷമിക്കണ്ട, പ്രസവം കഴിയട്ടെ. മാസങ്ങൾ പിന്നിട്ടു. ആഖിൽ 1ാം ക്ലാസ്സിൽ നിന്ന് 2ാം ക്ലാസ്സിലെത്തി. ഒരു ദിവസം രാവിലെ ആഖിലിനെ സ്കൂളിൽ വിട്ട ശേഷം ഷാഹിറയ്ക്ക് ശക്തമായ വേദന തുടങ്ങി. ഷാഹിറെ ആശുപത്രിയിൽ കൊണ്ടുപോയി നേരെ ലേബർ റൂമിലേക്ക് മാറ്റി. ഫൈസൽ ലേബർ റൂമിന് പുറത്തിരുന്ന് എരിപൊരി സഞ്ചാരം കൊണ്ടു. പ്രാർത്ഥനകളും മറ്റുമായി ഫൈസൽ എല്ലാം മറന്ന് ലേബർ റൂമിന് മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. പിടിക്കുന്ന കരളും പിടക്കുന്ന കരളും മിടിക്കുന്ന ഹൃദയവുമായി മണിക്കൂറുകൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് ലേബർ റൂമിന്റെ വാതിൽ തുറന്നു. ഷാഹിറയുടെ ആൾക്കാരാരാ? പ്രസവിച്ചു, ആൺകുഞ്ഞ. ആ നേഴ്സ് ധൃതിയിൽ വിളിച്ചു പറഞ്ഞ് അകത്തേക്ക് പോയി. ഫൈസൽ സന്തോഷിച്ച് ദൈവത്തെ സ്തുതിച്ചു. പെട്ടെന്ന് ഉള്ളിലൊരു ആന്തൽ പാഞ്ഞു. പടച്ചോനെ, ആൺകുട്ടിയോ? ഓനോട് എന്തു പറയും? അവന്റെ മനസ്സ് പേടിയോടെ മന്ത്രിച്ചു. ഷാഹിറയെയും കുഞ്ഞിനെയും മുറിയിലേക്ക് മാറ്റി. അവളുടെ മുഖം കഠിന വേദന സഹിച്ചുകൊണ്ടിരുന്നു. പെൺകുഞ്ഞല്ല എന്ന നിരാശ അകമയെ തളം കിട്ടിയെന്നെങ്കിലും അവൾ പുറത്ത് കാണിച്ചില്ല. അല്ലുവിനെ കൊണ്ടുവന്ന് കാണിക്കണ്ടേ, ഷാഹിറ പതുക്കെ പറഞ്ഞു. എന്നുകൊണ്ട് അവിടെ കണ്ണുകൾ നിറഞ്ഞു. കാണിക്കണം, കാണിക്കാതെ നിന്നിട്ട് എന്ത് കാര്യം? ഓനറി, കാണുമ്പോൾ ഒന്ന് ചിണുങ്ങുമായിരിക്കും. പിന്നെ അവനെ പറഞ്ഞ് മനസ്സിലാക്കാം. ഫൈസൽ വീട്ടിൽ പോയി ആഖിലിന്റെ സ്കൂൾ ബസ് വരുന്ന കാത്ത് സിറ്റൗട്ടിലിരുന്നു. ബസ് വന്ന് നിർത്തി. ആഖിൽ ചാടിയിറങ്ങി. എന്നും കാത്തിൽ കാറുള്ള ഉമ്മച്ചിക്ക് വരം വാപ്പച്ചിക്ക് അവനൊന്ന് അമ്പരന്നു. ഫൈസൽ ഓടിച്ചെന്ന് അവൻ്റെ ബാഗ് വാങ്ങി. അലുട്ടിയെ, എൻ്റെ കുഞ്ഞുവാവ് പുറത്തേക്ക് വന്നിക്കണം, നമുക്ക് പോകണ്ടേ, വേമ്പാ, ഫൈസൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആഖിൽ ചിരിച്ചു.
പുഴുപ്പല്ലുകൾ വെളിയിൽ കാണിക്കും. മുഖം സന്തോഷം കൊണ്ട് വിടർന്നു തുടുത്തു. തന്നെ ഞാൻ വേഗം പോവാ, ഇക്ക് കാണാൻ പൂതിയിട്ട് പാടില്ല. ഫൈസൽ സ്കൂൾ ബാഗ് അകത്ത് വെച്ച് വാതിൽ പൂട്ടി. ആക്കിലിനെ പുറകിലെത്തി ആശുപത്രിയിലേക്ക് ബൈക്ക് വായിച്ച് പോകും വഴി അവന് പരിപ്പോടയും ചായയുമായി കൊടുത്തു. ആശുപത്രിയിലെത്തി അവൻ ഉമ്മച്ചിയെന്ന് വിളിച്ച് മുറിയിലേക്ക് ഓടിക്കയറി. ഷാഹിറയുടെ കവിളിൽ തലോടി. അവൾ അവൻ്റെ കവിളിൽ ഉമ്മ വെച്ചു. നോക്കിയടാ എൻ്റെ കുഞ്ഞിമാവേ, ചൊറുക്കുണ്ടോ? ഷാഹിർ അവൻ്റെ മുടിയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. അവന് നോട്ട് കുഞ്ഞുവാവിൽ പതിഞ്ഞു. അമ്മിഞ്ഞ നുകർന്ന് കിടന്നിരുന്ന കുഞ്ഞുവാവിയുടെ മുഖത്തേക്ക് അവൻ നോക്കി. അവൻ്റെ കുഞ്ഞു മനസ്സിന് എന്തോ തൃപ്തി വന്നില്ല. ഷാഹിറുടെയും ഫൈസലിൻ്റെയും നെഞ്ചിടിച്ചു. അവൻ്റെ നോട്ടം കുഞ്ഞിൻ്റെ അരിയിലേക്ക് നീണ്ടു. അവൻ്റെ മുഖം ചുളിഞ്ഞു, ചുണ്ടുകൾ കൂർപ്പിച്ചു, കണ്ണുകൾ ചെറുതായി. ഇതാണും കുട്ടിയല്ലേ ഉമ്മച്ചിയെ, എനിക്ക് കുഞ്ഞനുജത്തി തരാനല്ലേ ഞാൻ പറഞ്ഞേ? അവൻ ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു. കണ്ണിൽ വെള്ളം നിറഞ്ഞു, തേങ്ങാൻ തുടങ്ങി. അതൊരു കരച്ചിലായി മാറി. അല്ലു, പടച്ചോൻ തന്നതല്ലേ, ഉമ്മച്ചിയുടെ കുട്ടി കരയാതിരിക്കും. ആൾക്ക് കളിക്കാൻ ആൺകുട്ടി മതിയില്ലേ, നെടങ്ങേറാക്കലേക്ക്. ഷാഹിറ ദേഷ്യവും സങ്കടവും സഹിക്കാൻ വയ്യാതെ പറഞ്ഞു. അവൻ ഏങ്ങലടിച്ച് കരച്ചിൽ തുടർന്നു. ഇരുവരും എത്ര ശ്രമിച്ചിട്ട് അവൻ കരച്ചിൽ നിർത്തിയില്ല. എന്തൊക്കെയോ പിറുപിറുത്തോണ്ട് അവൻ തേങ്ങിക്കൊണ്ടേയിരുന്നു. ഫൈസൽ അവനെയും കൊണ്ട് പുറത്തേക്ക് പോയി. ഡിസ്ചാർജായി വീട്ടിൽ വന്നു. ആഖിൽ കുഞ്ഞിനെ തിരിഞ്ഞു നോക്കിയില്ല, തൊട്ട് നോക്കിയില്ല, ഉമ്മ വെച്ചില്ല. അത് ഷാഹിറയിൽ വല്ലാത്ത സങ്കടം നിറച്ചു. ദിവസങ്ങൾക്കൊഴിയെ അവൻ്റെ സ്വഭാവത്തിലൊരു മാറ്റവും വന്നില്ല. കുഞ്ഞനുജത്തിയെ വേണമെന്ന് അവൻ്റെ വാശി അവൻ തുടർന്നുകൊണ്ടേയിരുന്നു. നോട്ടം കൊണ്ട് പോലും അവൻ അവൻ്റെ അനിയനെ സ്നേഹിച്ചില്ല. നിങ്ങൾക്കറിയോ എത്ര വേദന സഹിച്ചിട്ടാണ് ഞാൻ ഇവനെ പെറ്റത്, അതും അല്ലുവിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഓൻ കാണിക്കുന്നുണ്ടോ ഫൈസലിക്ക, ഇത് സഹിക്കണില്ല കേട്ടോ. ഷാഹിറ തേങ്ങിക്കരഞ്ഞു. ഹൈ, എന്തെങ്ങനെ കുട്ടികളെ പോലെ? ഓൻ കുട്ടിയല്ലേടി, കുട്ടികളിങ്ങനെയാ, വെറുതെ വാശി പിടിക്കും, ഈ കരയാണ്ടിരിക്കുക. ഫൈസൽ അവളെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചു. ഒരു ഞായറാഴ്ച ദിവസം വൈകിട്ട് കുറേ പെണ്ണുങ്ങളും അവരുടെ ചെറുതും വലുതുമായ കുട്ടികളുമായി വലിയൊരു വണ്ടിയിൽ ഫൈസൽ വീട്ടിലെത്തി. അവരെ കണ്ട ഷാഹിർ അമ്പരന്നു. ഒന്നും മനസ്സിലാവാതെ അവൾ ഫൈസലിനെ നോക്കി. മോനെന്തേടി? ഉറങ്ങി, തൊട്ടിയിലുണ്ടെന്തേ? ഈ പോയി ചായ ഉണ്ടാക്കുക, നിങ്ങളിരിക്കി. ഫൈസൽ വന്ന പെണ്ണുങ്ങളോട് പറഞ്ഞു. അവരിരുന്നു. ഷാഹിർ അടുക്കളയിലേക്ക് പോയി. അലു, അലു, ഫൈസൽ നീട്ടി വിളിച്ചു. ആഖിൽ എവിടുന്ന് ഓടി വന്നു. എന്താ വാപ്പച്ചിയെ? കുറെ ആളുകളെ കണ്ട് അവനൊന്ന് പരിങ്ങി. വാപ്പച്ചിയുടെ പിന്നിലൊളിക്കാൻ ശ്രമിച്ചു. ഫൈസൽ അവനെ പിടിച്ച് മുന്നിലോട്ട് നിർത്തി. നോക്കടാ, എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാ. ആഖിൽ തല ഉയർത്തി നോക്കി. യദുകൃഷ്ണൻ, ശ്രീബാല, വൈഗ, ആഷിഖ്, ആഷിഖ്. അവരെ കണ്ട ആഖിൽ അത്ഭുതം കൂറി. വിടർന്ന കണ്ണുകളോടെ അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. അവരുടെ അമ്മമാർ അവനെ മാടി വിളിച്ചു. കൂട്ടുകാർ വന്ന് അവനെ കൈപിടിച്ച് കൊണ്ടുപോയി. അമ്മമാരുടെ കയ്യിലുണ്ടായിരുന്ന 6 മാസവും 10 മാസവും 1 വയസ്സും 1.5 വയസ്സൊക്കെ പ്രായമുള്ള അവരുടെ ആൺകുട്ടികളെ ആ വലിയ ഡൈനിങ് ഹാളിലേക്ക് അവരിരുന്നു. ആക്കിലേ, ഇതൊക്കെ ഇവിടെ കുഞ്ഞനിയന്മാരാ കേട്ടോ, ഇവർക്ക് ആർക്കും കുഞ്ഞനിയത്തിമാരില്ല. അവൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അമ്മ പറഞ്ഞു. ചായക്ക് വെള്ളം വെച്ച് തിരിച്ചു വന്ന ഷാഹിറ ഒന്നും മനസ്സിലാവാതെ ഫൈസലിനെ നോക്കി. അവൻ പറയാമെന്ന അർത്ഥത്തിൽ കണ്ണിറുക്കി കാണിച്ചു. വൈക തൻ്റെ അനിയനെ പുറത്തിരുത്തി മുട്ടുകുത്തി. അമ്പോ അമ്പോ എന്ന് ഒച്ചയുണ്ടാക്കി നടന്നു. മറ്റുള്ള കൂട്ടുകാർ അവളുടെ പുറകെ മുട്ടുകുത്തി. കുഞ്ഞുങ്ങൾ കുടുകൂടെ ചിരിച്ചു. ആഷിഖ് കണ്ണുപൊത്തി തൻ്റെ അനിയനെ നോക്കി. ഒളിച്ചോളി കണ്ടേ, ഒളിച്ചോളി കണ്ടേ. ആ കുഞ്ഞ് മോണകാട്ടി ചിരിച്ചു. ആകെ കളിയും ചിരി അവിടെ കളിയാടി. ആക്കിയിലെല്ലാം നോക്കിയിരുന്നു. ഇളം പുഞ്ചിരി ചുണ്ടിൽ തൂവിക്കൊണ്ട് അവൻ്റെ കുഞ്ഞു മനസ്സ് ചാഞ്ചാടാൻ തുടങ്ങി. ഫൈസലും ഷാഹിർ അവനെ ഒളിയണിട്ട് നോക്കിക്കൊണ്ടിരുന്നു. അവൻ്റെ ഭാവമാറ്റം അവരിൽ പ്രതീക്ഷകൾ ഉണർത്തി. പെട്ടെന്ന് ബാളം കേട്ട് കുഞ്ഞുണർന്ന് കരയാൻ തുടങ്ങി. എല്ലാവരും കളി നിർത്തി. ആകിലേ, എൻ്റെ കുഞ്ഞെന്നെ എടുത്തോണ്ട് വാ, നമുക്ക് കളിക്കാം, ഏതൊരു കൂട്ടുകാരെ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അത് കേൾക്കേണ്ട താമസം അവൻ മുറിയിലേക്ക് ഓടി. ഷാഹിറയും പുറകെ ചെന്നു. അവൻ തൊട്ടിൽ കിടന്ന് തൻ്റെ അനിയനെ എടുക്കാൻ നോക്കിയാണ്. ഇങ്ങോട്ട് മാറല്ലൂട്ടിയെ, എൻ്റെ കുട്ടിക്ക് വയ്ക്കൂല, ഞാൻ എടുത്തു തരാം കേട്ടോ. ഷാഹിറ ചിരിക്കണോ കരയണോ എന്നറിയാതെ പറഞ്ഞു. അവൾ ആക്കിലിനെടുത്ത് തുരുതുരെ ഉമ്മ വെച്ചു. അവൻ്റെ കുഞ്ഞനിയനും അവനും അന്ന് ആദ്യമായി മുട്ടൂത്തി കളിച്ചു. അനിയനോടുള്ള സ്നേഹം കരകവിഞ്ഞൊഴുകി. അവനെ ഉമ്മ വെച്ചു. നെഞ്ചിൽ കിടത്തി തലോടി ഇക്കിളിയിട്ട് കുടുകൂടെ ചിരിപ്പിച്ചു. ഞങ്ങളുടെയൊക്കെ കെട്ടിയന്മാർ ഫൈസലിക്കാൻ്റെ സുഹൃത്തുക്കളാണ്. ഇക്കാൻ്റെ വിഷമം പറഞ്ഞപ്പോൾ ഞങ്ങളൊരു ശ്രമം നടത്തി നോക്കി, അത് വിജയിച്ചു. എല്ലാവരും ഇന്ന് ചായ കുടിക്കുന്നതിനിടയിൽ ഒരാൾ പറഞ്ഞു. ഷാഹിറ ചിരിച്ചു. അവൾ കുറേ നാളിന് ശേഷം ഉല്ലാസവതിയായി. നെഞ്ചിലെ ഭാരം ഇറക്കി വെച്ച പോലെ അവൾ ആശ്വസിച്ചു. ഇങ്ങനെയൊക്കെയല്ലേ കുട്ടികളെ കയ്യിലെടുക്കാൻ പറ്റൂ, വേറൊരു സ്ത്രീ പറഞ്ഞു. അല്ലു, അൻ്റെ 4-5 കൂട്ടർക്കല്ലാതെ എല്ലാവർക്കും കുഞ്ഞനിയന്മാരല്ലേ, ഇപ്പം കണ്ടില്ലേ, അവർക്കൊക്കെ എന്ത് ഇഷ്ടം അവരോട്, ഫൈസൽ പറഞ്ഞു. ആഖിൽ ഉമ്മച്ചിൻ്റെയും ഉപ്പച്ചിൻ്റെയും നടുവിൽ കിടക്കുകയാണ്. എടാ, അനിയനായാലും അനിയത്തിയായാലും ഞമ്മക്ക് എന്തായാലേ എൻ്റെ കുട്ടിക്ക് ഇനി അവൻ ഇഷ്ടം, കളിപ്പിക്കും അല്ലേടാ കള്ള. ഷാഹിർ അവൻ ഇക്കിളി കൂട്ടി. അവൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഉമ്മച്ചിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച്.